ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മുടെ കണ്ണൂരുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോക്ടെയിലാണ് കാണിക്കുന്നത്. ഇത് കുടിച്ചവർക്കൊക്കെ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു ഡ്രിങ്കാണ്. ഇപ്പോൾ ഇഫ്താറൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി ഡ്രിങ്ക്സൊക്കെ പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കോക്ടെയിലൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയിട്ട് കുടിക്കൽ നടക്കൂല. അപ്പോൾ അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടൂ. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പപ്പായ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത ഒരു മീഡിയം സൈസുള്ള പപ്പായയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 4 ഗ്ലാസ്സിന് സെർവ് ചെയ്യാനോളം ഉണ്ടാവും. പിന്നെ 2 ചെറിയ ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കട്ടയായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ലിറ്റർ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടയാക്കി എടുത്തതാണ്. ആവശ്യത്തിനുള്ള മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ വാനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില ഐസ്ക്രീം ചേർക്കുന്നത്. അപ്പോൾ വാനില ഐസ്ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഞാനൊരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് ഓവറായിട്ട് ലൂസാക്കി എടുക്കരുത്. നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് നമ്മുടെ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസാക്കരുത്. അപ്പോൾ ഇതിന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് നട്ട്സ് എന്തായാലും ഇട്ട് കൊടുക്കണം. നമ്മളത് കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക തന്നെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്